അപ്പോൾ നമ്മളെ ഇർഷാദ് റിച്ചു, ഞാൻ പലതും വിളിക്കും, ഇർഷാദ് റിച്ചു എന്നൊക്കെ ഞാൻ വിളിക്കാറുണ്ട്. അപ്പോൾ ശരിക്കും നെയിം നമുക്ക് അവനോടൊന്ന് ചോദിക്കട്ടോ. നമ്മളെ ഇൻസ്റ്റേറ്റിന് റിഷാദ് മൈക്കൊക്കെ ഇങ്ങനെ ഓണാക്കി വീഡിയോസിന്റെ സ്റ്റാൻഡൊക്കെ ഇട്ടപ്പോൾ വെച്ച് ആദ്യമായിട്ട് അത്ര ഇന്റർവ്യൂ കൊടുക്കണം. അപ്പൊ എനിക്കൊരു പൂതി ജസ്റ്റ് ഇന്റർവ്യൂ ചെയ്യാൻ നമുക്ക് എത്രത്തോളം പറ്റുന്നുണ്ടെന്ന് അറിയാം. അപ്പൊ റിഷാദിനെ വെച്ചിട്ട് തന്നെ ചെയ്യാൻ ഷാനു നമ്മളെ കൂടെ ഷാനുണ്ട് കേട്ടോ. ഒന്നും കൂടെ നീങ്ങുന്ന ഷാനുമാണ്. ഷാനുണ്ട്, ഷാനൊന്നും നീങ്ങിയിട്ടുണ്ട് ഇങ്ങോട്ട്, ഷാനുണ്ട് കേട്ടോ കൂടെ. അപ്പൊ നമ്മൾ ജസ്റ്റ് ഇതാ റിഷാദിനെ എല്ലാവരും ഇൻസ്റ്റയിൽ നന്നായിട്ട് അറിയാം. പിന്നെ വൈറൽ താരാണ്. ഇത് മൈക്കൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ആദ്യമായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഒരാള്? ഓക്കെ, ഇതാണ് സ്പോൺസർ ചെയ്ത് തന്നെ. അതെ അതെ. പിന്നെ അപ്പൊ ഇതാണ് നമ്മളെ പിന്നെ ഇന്നത്തെ ഒരു ദിവസമാണ്. ഞായറാഴ്ചയാണ്, ഓണൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുന്ന ഒരു സമയമാണ്. അപ്പോഴാണ് നമ്മളെ ചങ്കള് വീട്ടിലെത്തുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഇന്റർവ്യൂ ചെയ്യാൻ നമ്മൾ എത്രത്തോളം പറ്റുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിട്ട് ഒരു ട്രൈ പരീക്ഷണം, അതും സെലിബ്രേറ്റിയുടെ കൂടെയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മളെ റിഷാന്റെ വീട് കറക്റ്റ് വീട് എവിടെ വരുന്നത്? എന്റെ വീട് കറക്റ്റ് കാലിക്കറ്റ് എയർപോർട്ടിന്റെ അടുത്തായിരുന്നു. എയർപോർട്ടിന് കൊണ്ടോട്ടി അല്ലേ? വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ ഉമ്മ ഉണ്ട്, പിന്നെ വൈഫുണ്ട്, മോനുണ്ട്, ജ്യേഷ്ഠനുണ്ട്. വൈഫിനും മോനൊക്കെ നമ്മൾ അറിയട്ടെ, അങ്ങോട്ട് വല്ലാതെ വൈഡായിട്ട് അറിയില്ല. ഉമ്മാനും വൈഫിനും മോനെയും നമ്മളറിയാം. പിന്നെ അതേപോലെ ഇപ്പം അടുത്തൊരു വീഡിയോ വന്നിരുന്നല്ലോ, നമ്മൾ ഏതോ കണക്റ്റഡ് വീഡിയോസ് വരാറുണ്ടല്ലോ, മറ്റേ ലൈവ് ഒരു ചെറുപ്പശ്ശേരി അവിടെ ഉള്ള ഒരു കുട്ടിക്ക് വീഡിയോ ചെയ്യുന്ന ലൈവിൽ കോൾ ചെയ്യാറുണ്ടോ? അതാരായിരുന്നു? അത് ഇൻസ്റ്റയില്, അത് നമ്മളൊരു ഫ്രണ്ടാണ്. ഓള് കുറെ കാലങ്ങളായിട്ട് സുഖമില്ലാണ്ട് കിടക്കാണ്. അപ്പൊ നമ്മളൊക്കെയാണ് ഓൾക്ക് അത് ചോദിക്കാൻ കാരണം അങ്ങനത്തോരെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്. അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ഭയങ്കര ജോയിൻ ആവാൻ വേണ്ടി നോക്കി അന്നത്തെ ലൈവില്. പക്ഷെ നമ്മളൊന്നും പുള്ളി മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ഇതായിരുന്നു. അങ്ങനല്ല, ഓള് ജന്മനാ ഓക്ക് ശേഷികളില്ല, നടക്കാൻ ഒരാളെ സഹായം വേണം. ഓക്കെ പറഞ്ഞ ഇഷ്ടമില്ല, നമുക്ക് സംസാരിക്കണോ ഇഷ്ടമില്ല, പക്ഷെ അറിയാൻ വേണ്ടിട്ട് പറഞ്ഞാണ്. അപ്പം ഓളെ നമ്മൾ തന്നെ എല്ലാ രീതിക്കും ഭയങ്കര കമ്പനിയാണ്. എന്തായാലും അത്ര ഒരുപാട് കഴിവുകളും പിന്നെ നമ്മളെ പുറം ലോകത്ത് അറിയാത്തവർ ഒരുപാട് പേരുണ്ട്. അങ്ങനത്തെവരൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് കൈപിടിച്ച് ഉയർത്തി കൊണ്ടുവരേണ്ടത്. അപ്പോൾ റിഷാദ് സ്റ്റാർട്ടിങ്ങിലെ അത്രയൊക്കെ വീഡിയോസ് ചെയ്യുന്നുണ്ട്, ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ പിന്നെ ഇപ്പൊ നബിദിനും ഓണൊക്കെ എങ്ങനെയാണ് ആഘോഷിച്ചത്? ഈ നബിദിനം ഏറ്റവും ഉപകാരപ്പെട്ടത് എനിക്കാണ്. അങ്ങനെ പറയല്ലേ? നബിദിനം ഏറ്റവും ഉപകാരപ്പെട്ട, ഞാൻ ഇപ്പം 2 ദിവസമായി പറഞ്ഞ വീഡിയോസ് ശ്രദ്ധിക്കണേ. ആളുകളുടെയൊക്കെ ഇറങ്ങാനും സംസാരിക്കാനും പ്രത്യേക കഴിവ് നമ്മൾ ഈ അരിക്കുന്ന. അങ്ങനല്ല, അങ്ങനെ നമ്മൾ നാട്ടും പുറത്തുനിന്ന് തുടങ്ങണല്ലോ. എന്താ അപ്പൊ നാട്ടിലുള്ളവരെ നമുക്കറിയാം. ഈ വീഡിയോ കാണുന്ന നാട്ടിൽ നിന്ന് എക്സ്പീരിയൻസ് കിട്ടുന്നത് നല്ലതല്ല. അപ്പൊ നാട്ടുകാർക്ക് നല്ല സപ്പോർട്ടാണ് നമ്മുടെ നാട്ടുകാർ. പ്രത്യേകിച്ച് ആ വീഡിയോ കണ്ടപ്പോ അറിയാം എല്ലാവരും നല്ല സപ്പോർട്ടാണ്. അപ്പൊ അതേപോലെ നമ്മള് എപ്പോഴും അതിപ്പോ അന്നേറ്റൊക്കെ ഞങ്ങളുടെ വളരെ കുറച്ച് കാലത്ത് പരിചയമുള്ളൂ. പക്ഷെ ഇപ്പൊ വീട്ടിലേക്ക് എത്താൻ ഒരു ബന്ധം, അതാണ് നമ്മള്. അതെ, ആ കഥ പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പൊ എന്റെ വൈഫ് ഹൗസ് പറഞ്ഞ വാണിയമ്പാറ ആ ഭാഗത്താണ്, നമ്മളെ മണ്ണുത്തി പാലക്കാട് റോട്ടിലാണ്. അപ്പൊ ഇന്റെ നാട്ടിൽ കൂടെ പോകുന്ന എത്ര എളുപ്പമാണ് പറഞ്ഞിട്ട് നമ്മളൊരു നിഷ്കളങ്കനായോണ്ട് എല്ലാം നമ്മൾ വിശ്വസിക്കും. ആ ഒരു വാക്കിൽ പോകാൻ നോക്കിയപ്പോ ഞാൻ പിന്നെ ഇവിടുന്ന് റൂട്ട് അടിച്ചോക്കിയപ്പോ ഞാൻ വന്നെ ഡബിൾ ഇഞ്ചും പോകണ്ടേ. നമ്മള് ഞങ്ങളെ അല്ല എന്തായാലും ഭാര്യ വീട്ടിലേക്ക് ഇപ്പൊ ഈ പോകാൻ തുടങ്ങി കുറെ കാലമായില്ലേ, ആദ്യമായിട്ടല്ലേ? അതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അപ്പൊ അങ്ങനെയാണ് റിഷ. പിന്നെ വീഡിയോസിനോടൊക്കെ നല്ല അഭിപ്രായങ്ങളല്ല കിട്ടുന്നത്, നെഗറ്റീവ് ഒന്നും പറയുന്നില്ലല്ലോ. പൊതുവെ കുറവുള്ള ഒരാളാണ്. ചിലതുണ്ടാവും, പിന്നെ ആ ചിരി സംഭവം അതാണ്. ഈ ചിരിയിലാണ് എല്ലാരും ഉണ്ടാവണം, നെഗറ്റീവ് ഉണ്ടാവും. ആ നെഗറ്റീവും പറയണില്ല നമ്മളത്. പിന്നെ ഏത് പിന്നെ കൂടുതലും ടിക്ടോക്കിലൂടെ അല്ല വന്നത്. ടിക്ടോക്കിലായിരുന്നു ഫസ്റ്റ് കുറെ കാലങ്ങളിൽ കളിച്ചത്. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ആ സമയത്തൊക്കെയാണ് ഞാൻ കുറെ എന്റെ വീഡിയോസ് കണ്ടിട്ട്. അന്നൊന്നും കമ്പനി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ രാഷ്ട്രീയപരമായിട്ട് അന്ന് കുറെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ ബോധം വെച്ച് പിന്നെ മനസ്സിലായി ഒരു രാഷ്ട്രീയത്തിലും കാര്യമില്ല എന്ന് മനസ്സിലായതുകൊണ്ട് നമ്മളതായിട്ടുള്ള വൈക്ക് അങ്ങനെ പോകുന്നുണ്ട്. എന്നാലും ഉണ്ട്, ഉള്ളിലുള്ള ഇതായിട്ടുള്ള രാഷ്ട്രീയങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. പിന്നെ അതേപോലെ ഇൻസ്റ്റയില് സജീവമായി. ഇൻസ്റ്റയില് ഒരു സൗദി പോയതിനു ശേഷമാണ് എന്താണ് യൂട്യൂബിലേക്ക് തീരം കടക്കാതെ അങ്ങനെ നിന്നിരുന്നത്. ഒരു കുറെ വർഷമായപ്പോ സജീവമായിട്ട് ഇൻസ്റ്റയിൽ കിടന്ന് കളിക്കുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ട് യൂട്യൂബിക്ക് ചേഞ്ച് ആയില്ല? അത് വലിയൊരു സത്യം പറഞ്ഞാ, യൂട്യൂബായിട്ട് എനിക്കൊരു ടച്ചും ഇല്ല. ഞാൻ ഈ ഇൻസ്റ്റാഗ്രാമും ടിക്ടോക്കും പറഞ്ഞ എന്റർടൈൻമെന്റ് തുടങ്ങിയ സംഭവമാണ്. പിന്നെ സൗദിയിലുള്ള സമയത്ത് സമയം പോകാനുമില്ല, പിന്നെ എന്തെങ്കിലും ഒരു ഇത് വേണ്ട, എന്റർടൈൻമെന്റ് വേണ്ട. ചിലർക്ക് കുറെ വീക്ക്നെസ് ഉണ്ടാവും, ഗെയിം അത് ഇതൊക്കെ. എൻ്റെ ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് തുടങ്ങിയ സംഭവം. പിന്നെ എൻ്റെ യൂട്യൂബിക്ക് കൊണ്ടുള്ള എല്ലാ രീതിക്കുള്ള നിങ്ങൾ രണ്ടാളെ സപ്പോർട്ട്. ഇപ്പം നമ്മളെ സാധനമാണെങ്കിലും ഇതാണെങ്കിലും നമ്മളെ രീതിക്ക് പ്രചോദിപ്പിച്ചത് ഒരിക്കലും ഇല്ല. നമ്മളെ ഇതിലേക്ക് ഇറക്കാനും അല്ലെങ്കിൽ ഇതിൽ ചെയ്തുകൂടെ എനിക്കുള്ള വീഡിയോ ഇത് ഇട്ടുകൂടെ എന്ന് പറഞ്ഞ്
എല്ലാവിധ പിന്തുണയും ഇവർ രണ്ടാളും സപ്പോർട്ട് ആട്ടെ. ഇവർ രണ്ടാളും മാത്രം ഞാൻ പറയാനില്ല, നമ്മുടെ ഗ്രൂപ്പ് ഉണ്ട്, അതിൽ കുറച്ച് ആളുകളുണ്ട്, കയ്യിലെണ്ണ കുറച്ച് ആളുകളുണ്ട്, നമ്മൾ എല്ലാ രീതിക്കും സപ്പോർട്ട് ചെയ്ത് അന്നാ പി ആയാലും കുറച്ച് ആളുകളുണ്ട് എടുത്ത് വെച്ച് നമ്മൾ സജിനത്ത പേര് പറയേണ്ട ഒരുപാട് പേരുണ്ട്. ഓരാണ് നമ്മൾ ഈ ഗ്രൂപ്പിൽ ഞാൻ വന്നൊരു വാട്സപ്പ് ഗ്രൂപ്പ് അതിന്ന് പരിചയപ്പെട്ടാണ് നമ്മൾ ഈ ചങ്കാളൊക്കെ. അതിന്ന് പരിചയപ്പെട്ട ഒരു മീറ്റപ്പിന് പങ്കെടുത്തപ്പോഴാണ് നമ്മുടെ ഈ യൂട്യൂബിനെ കുറിച്ച് ഒരു ഡിസ്കസ് ചെയ്യണതും ഞാൻ അതിനെക്കുറിച്ചൊന്ന് ശ്രദ്ധിക്കണതും. അപ്പം ഉള്ള ഏതായാലും ഞാൻ ഇങ്ങനെ ഓരോ കോമാളിത്തരം കാണിക്കുന്നുണ്ട്. അപ്പോൾ കോമാളിത്തരല്ല, നമ്മളെ നല്ലതായിട്ട് നമ്മളെ പിടിച്ചിരുത്തുന്നുണ്ട് ഉള്ളത് പറയാലോ. നല്ല ഒരു എന്റർടൈൻമെന്റ് കൊടുക്കുന്നത് വീഡിയോസ് ഞാനടക്കം കാണുന്നുണ്ട്. നമ്മുടെ തിരക്കിന്റെ ഇടയിലും വീഡിയോ കാണാൻ മറക്കാറില്ല. പിന്നെ അതേപോലെ തന്നെയാണ് അത്രയും വീഡിയോസ് നല്ല രീതിയിലാണ് പോണത്. അപ്പൊ ഒരുപാട് സന്തോഷം. യൂട്യൂബ് അതേപോലെ നമ്മളൊക്കെ ചാനൽ ഞാനും ഇപ്പൊ അടുത്താണ് സജീവമായത്, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. പിന്നെ ഇപ്പൊ അടുത്താണ് സജീവമായത്. അപ്പോ ആ സമയത്ത് അതും കഴിഞ്ഞിട്ടാണ് ഇവൻ സജീവമാകുന്നത്. ഇപ്പൊ എത്ര സബ് ആയിട്ടുണ്ട്? 40K സബ് വരുമ്പോ ചില്ലറൊന്നല്ല, വലിയൊരു കാര്യമാണ്. അപ്പൊ ശരിക്കും ഈ കേക്കൊക്കെ അപ്പൊ എന്തായാലും ചെക്കനെ സപ്പോർട്ട് ചെയ്യാം. ചെക്കനെ ഞാൻ ഏറ്റവും കടപ്പാട് ഇവ രണ്ടാൾക്കാരായിട്ട് കടപ്പാടൊന്നും വേണ്ട, എവിടെയെങ്കിലും എത്തിപ്പെടണോ, ആരെങ്കിലും എത്തിപ്പെട്ട നമുക്ക് നല്ലതല്ലേ. ഇങ്ങനെ എടപ്പാൾ ടൗണിലൊക്കെ ഇപ്പൊ വലിയ സെലിബ്രേറ്റ് ആയിട്ട് വല്ല ഇനാഗ്രേഷൻ ഒക്കെ അതാണ് ചെക്ക അടിപൊളി റീൽസ് വീഡിയോ ഉണ്ട് മെയിൻ. ഇപ്പൊ പിന്നെ ഇവനിക്ക് സത്യത്തിൽ ഇപ്പൊ നിങ്ങളുടെ സംസാരം ഇവന്റെ സംസാരം ഇപ്പൊ കേട്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും നന്നായിട്ട് സംസാരിക്കുന്നത്. പക്ഷെ ഒരു സ്റ്റാർട്ടിങ് പ്രോബ്ലം ഉണ്ടല്ലോ നമുക്ക്. ഇപ്പൊ എനിക്കും ചളിപ്പുണ്ടായിരുന്നു, മീൻസ് എല്ലാവരും ഇറങ്ങിത്തിരിക്കും. ഇപ്പോഴും എന്റെ ഫ്രണ്ട്സ് ചിലവരും സാർക്ക് ഞങ്ങൾ ഉളുപ്പ് അത് സംഭവം. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ ഇന്നെക്കൊണ്ടൊന്നും പറ്റില്ലെന്ന് പലരും പറയും. അപ്പൊ അത്തരത്തിലാണ് നമുക്ക് ചടിപ്പ് പാടില്ല. ഇറങ്ങി തിരിച്ച ധൈര്യത്തില് ജസ്റ്റ് ഡെയിലി വീഡിയോ ഒക്കെ ചെയ്താൽ യൂട്യൂബില് കോപ്പിറൈറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ ജസ്റ്റ് ഇപ്പൊ ഈ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ അതേപോലെ നമ്മൾ മുന്നിട്ട് ഇറങ്ങി എന്തായാലും പൊള്ളിച്ചിട്ട് അടങ്ങാം. 40K എന്ന് പറഞ്ഞ ചില്ലറല്ല, ഏത് വീഡിയോ ഇട്ടാലും അത്യാവശ്യം വ്യൂവേഴ്സ് നമ്മളെ ഇഷ്ടപ്പെടുന്നവരാണല്ലോ ഈ 40K എന്ന് പറഞ്ഞത്. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്റർടൈൻ ചെയ്യാൻ ഏതെങ്കിലും വീഡിയോസ് നമ്മൾ എന്തായാലും മറ്റുള്ളവർ കുറെ ആളുകൾ കാട്ടിയത് മോശമായിട്ട് കാട്ടിക്കൂട്ടുന്നത് റീച്ചിട്ടാ. അത്രയൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളെ ഷാനു അതല്ല, ഷാനു ഷമീറിന് കേട്ടോ ഞാൻ അതല്ല ആ അർത്ഥത്തിലല്ല ഉദ്ദേശിച്ചത്. ഷമീർ കാട്ടിക്കൂട്ടുന്നത് അതല്ല. ഷമീർ പറഞ്ഞ നമ്മുടെ സെരുത്താത്തക്ക് പിന്നെ അവരൊരു സന്തോഷപ്പെടുത്തുന്ന വീഡിയോസ് ചെയ്യാറ്, അത് വേറെയാണ്. പക്ഷെ അതിന് നെഗറ്റീവ് അടിക്കുന്നവരുണ്ട്. ഞാൻ പറഞ്ഞത് വേറെ ലെവലിക്കാണ്. ഇപ്പൊ മീൻസ് ഫാമിലി ഒക്കെ ഉണ്ട്, ഫാമിലിനെ കൊടുത്തിട്ടൊക്കെ അത് കുറച്ചുണ്ട്, അത് ശരിയായിക്കോളും. അല്ല ഫാമിലീസിനൊക്കെ വെച്ചിട്ട് ചിലവർ റീച്ച് കൂട്ടാൻ വേണ്ടി പലതും കാട്ടി. ഞാൻ ആ അർത്ഥത്തിനാണ് അത് വേണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ അനക്ക് കഴിവുണ്ട്, എന്തായാലും ഇനി നമ്മൾ കഴിവുണ്ട് എന്നാണ്. അപ്പൊ എവിടെയെങ്കിലും എത്തും. അപ്പൊ എന്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് 2 വാക്ക് പറയാം. എന്താ പറയാ, എന്റെ സബ്സ്ക്രൈബേഴ്സ് അല്ല നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഈ വീഡിയോ വേണമെങ്കിൽ ഈ യൂട്യൂബിൽ ഇട്ടോ. അതിന്റെ ഫസ്റ്റ് ഒരു ഇതല്ലേ, അതേപോലെ എന്റെ സബ്സ്ക്രൈബേഴ്സിനും പറയാനുള്ളതും കൂടെ പറഞ്ഞു. എന്താ പറയാ, ഞാൻ ഇനി ഇൻഷാ അല്ലാഹ് നമ്മളെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരും. ഇതുവരെ അതിനെ കുറിച്ചുള്ള ഒരു ചിന്തയും കാര്യമൊന്നും ഇല്ലേനെ. അവന്റെ എല്ലാവരുടെ സപ്പോർട്ടും നമ്മൾ എന്താ ചെയ്ത് നോക്കിയാൽ ഏതായാലും ആളുകൾ നമ്മൾ അവിടുന്ന് ഇവിടുന്നൊക്കെ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മളെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയെന്ന് എനിക്ക് തോന്നാം. ഇപ്പോഴുള്ളവരും ഉണ്ടാവും കേട്ടോ, ഒരു തെങ്ങുമ്മൽ എല്ലാ തേങ്ങയും ഉണ്ടാവൂലേ. അപ്പോൾ കുറച്ച് ആൾക്കാർ അത് അങ്ങോട്ട് മാറ്റി വെക്കാം. നമ്മൾ ഓരോ എന്തിനും പോകണ്ട, എതിർക്കാനും പോകണ്ട, എന്താ പറയുക, ഓരോ അഭിപ്രായം കേൾക്കണ്ട. നമ്മൾ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാർക്ക് നമ്മളിതേപോലത്തെ നല്ല നല്ല വീഡിയോസ് വരും. നമ്മളെ ഫാമിലിയായിട്ട് എല്ലാവരും നല്ല സപ്പോർട്ടാണ്. എല്ലാവർക്കും ഭയങ്കര അങ്ങനത്തെ ഒരു കുടുംബമല്ല. നമ്മളെല്ലാവരും അങ്ങ് ചെറിയ കുടുംബമാണെങ്കിലും എല്ലാ സന്തോഷത്തിനും ഉൾപ്പെടുത്താൻ പറ്റിയ കുടുംബം. അപ്പം ഇനി നല്ല നല്ല വീഡിയോസും കാര്യങ്ങളും വരും. നിസാറിൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയാലും ഓൻ്റെ കുടുംബം എല്ലാ കുടുംബമാണല്ലോ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയാൻ വയ്യ, നമ്മളെ കൂട്ടുകുടുംബം. അപ്പോൾ എല്ലാവർക്കും നമ്മളെ ഓനെ കണ്ടേലും നിങ്ങളൊക്കെ പരിചയപ്പെടാൻ പറ്റിയതിന് ഒരുപാട് സന്തോഷം. പിന്നെ ഒരുപാട് ആൾക്കാർക്കൊന്നും എന്നെ അറിഞ്ഞോളണമെന്നില്ല. കുറച്ച് പഴയ പാട്ടുകളൊക്കെ എടുത്ത് റീൽസ് ചെയ്യുന്ന ആളാണ് ഞാൻ. 90s കുറച്ച് പഴയ ഓർമ്മകൾ, നമ്മൾ മറന്നുപോയ പാട്ടുകളും അതൊക്കെ ഓർമ്മകളായിട്ട് വരുമ്പോൾ കുറച്ച് ആളുകൾ ക്യാച്ച് ചെയ്യുന്നുണ്ട്. അതാണ് അതിൻ്റെ സത്യം. അല്ലാണ്ട് വലിയ സെലിബ്രിറ്റിയോ അല്ലെങ്കിൽ സ്വയം പാട്ട് പാടാനുള്ള കഴിവൊന്നുമില്ല. പാട്ട് പാടാൻ കഴിവൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ആ ലിസ്റ്റിലൊക്കെ വരും. ഇരിക്കൂല. അപ്പം ആ കഴിവ് എനിക്ക് പഠിച്ചു തന്നിട്ടില്ല. ബാക്കിയുള്ള കഴിവുകൾ അൽഹംദുലില്ലാ കുറേയൊക്കെ തന്നിട്ടുണ്ട്. ഞാൻ ഉപയോഗിക്കണമുണ്ട് എന്നോട് കഴിയണ മാതിരിക്ക്. പിന്നെ അങ്ങനെയൊക്കെയാണ്. വേറെന്താ, എല്ലാവർക്കും ഒരുപാട് പരിചയപ്പെടാൻ പറ്റിയാലും കാണാൻ പറ്റിയാലും സന്തോഷം. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ചാനൽ കൂടി പറയട്ടെ. നമ്മളെ റിഷാന്റെ ചാനൽ ഇനി കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഈ വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളെ മുന്നിലേക്ക് വരും. നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യും നല്ലോണം പ്രതീക്ഷിക്കണേ. ഇന്ന സപ്പോർട്ട് ചെയ്യണ പോലെ നമ്മളെ ചങ്കിനും സപ്പോർട്ട് ചെയ്താലും നമ്മളെ സാധനം ഉണ്ട്, അവിടെ നിന്ന് കൊഞ്ഞളം കാട്ടുണ്ട്. അപ്പോൾ ഓൻ്റെ ചാനൽ കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുക.
അപ്പോൾ എന്തായാലും സെറ്റാക്കി കൊടുക്കുക. നിങ്ങളെ കയ്യിലാണ് നമുക്ക് പ്രതീക്ഷ. നിങ്ങൾ ചെയ്യുന്ന സംഭവം നമ്മൾ സപ്പോർട്ട് ചെയ്യും കേട്ടോ. നമ്മളെ മാത്രം സപ്പോർട്ട് ചെയ്യണമെന്നല്ല, നമ്മുടെ കഴിയണമാർക്ക് നമ്മൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമ്പോഴാണല്ലോ അടുത്ത വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം വരുന്നത്. അപ്പൊ നിങ്ങൾ മെയിൻ ചെയ്യാണ്ട് കാണാണ്ടാവുമ്പോൾ ഇപ്പോഴൊന്നും ചെയ്യാണ്ട് കമന്റുകൾ അറിയിക്കണം. നമ്മുടെ അടുത്ത് തെറ്റുള്ളൂ, വല്ല ആരും തേഞ്ഞതോ അല്ലെങ്കിൽ ഒക്കെ പഠിച്ചിട്ട് വരുന്ന ആൾക്കാരൊന്നല്ല. അപ്പൊ ഫസ്റ്റായിട്ട് ഇതിന്റെ മുമ്പുള്ള വ്ളോഗർമാരെ കണ്ടിട്ടാണ് നമ്മളിതൊക്കെ ചെയ്ത് നോക്കണേ, നമുക്ക് വല്ല നടക്കോ സെറ്റാവോന്ന്. അപ്പം എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയണം, തെറ്റുകൾ ഉണ്ടെങ്കിൽ പറയണം. അടുത്തത് നമ്മൾ ശരിയാക്കും. എന്തായാലും ഇനിയിപ്പോൾ നമ്മൾ പ്രായം കുറഞ്ഞ ആൾക്കാരാണെങ്കിലും പ്രായം കൂടിയ ആൾക്കാരും ഒരു പറയുന്ന കാര്യം ഉണ്ടോ നോക്കിയിട്ട് നമ്മൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്ത് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എൻ്റെ ഒരുപാട് കമൻറ്റുകൾ എൻ്റെ വീഡിയോസിൽ വന്നിട്ടുണ്ട്. ഒന്നെങ്കിൽ റിപ്പോർട്ട് എടുക്കാൻ സമയം കിട്ടിയില്ല, ഞാൻ ഇവിടെ അല്ലേ, ഞാൻ പുറത്തേന്. അപ്പോൾ വർക്കും കാര്യങ്ങളൊക്കെ അവിടെ അതിൻ്റെ തിരക്കിലൊക്കെയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ വരുന്ന കമൻറ്റും കാര്യങ്ങളും റിപ്ലൈ തരും, നോക്കും ചെയ്യാം. അപ്പോൾ അങ്ങനെ എല്ലാവരും ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ എന്തായാലും പറഞ്ഞ പോലെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സെറ്റാക്കുക. അടുത്തൊരു നല്ലൊരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരും. ഓക്കെ, ബൈ.